dears, welcome to Aadish Creations. ഇന്ന് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജിമിക്കി മേക്കിംഗ് ആണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഞാൻ ഇതുപോലെ airdryclay എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയൊരു ബോളായിട്ട് നമ്മൾ airdryclay ഒന്ന് ഉരുട്ടിയെടുക്കണം. അത് നന്നായിട്ട് ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു ജിമിക്കി നമുക്ക് മേക്ക് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ജിമിക്കി മോൾഡ് എടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സൈസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ airdryclay വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് തന്നെ ഒരു ഹോൾ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു നൈഫ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്നുകൂടെ ഒന്ന് ഹോൾ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കാം. ഇനി ബാക്കി എക്സസ് ആയിട്ട് ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് അതിന് മുകൾ ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ക്രാക്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നൈഫ് ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് താഴെ, അതായത് നമ്മൾ ഈ ജിമിക്കിയുടെ ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു റൗണ്ട് പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ലൈൻ വരച്ചു കൊണ്ടുപോകാം. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണേ. ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. സെൻറ്റർ നോക്കിയിട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ടൂൾ തന്നെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറേ ഡോട്ട്സ് ഇട്ട് കൊടുക്കണേ. ബാക്കിയും കൂടെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് സ്റ്റിക്ക് ബീഡ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിന് മുമ്പ് സ്റ്റിക്ക് ബീഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് അത് കണ്ടു നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമുക്ക് ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് അത് ഡ്രൈ ആയി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ആ സെൻറ്റർ ലൈനിൽ നമുക്ക് ഈ ഒരു
മെറൂൺ ഷെയ്ഡ് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു മെറൂൺ ഷെയ്ഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് വേണം നമുക്ക് ഗ്രീൻ കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മുകൾ ഭാഗത്തായിട്ട് ഈ ഗോൾഡൻ കളറാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിനൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് വേഗം അടുത്തത് ചെയ്ത് കൊടുക്കാം. താഴത്തെ സ്റ്റിക്ക് ബീഡിന് നമുക്ക് ഇതുപോലെ തന്നെ ഗോൾഡൻ കളറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒരു കോട്ടും കൂടെ നമുക്ക് എല്ലാ കളേഴ്സും ഒന്ന് ഉണങ്ങിയതിന് ശേഷം ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേന് നമുക്ക് ഹാങ്ങിങ് ഒന്ന് ചെയ്യാം. ഇയർ ഹാങ്ങിങ്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു കൊളുത്തൊന്ന് ഇതുപോലെ പ്ലെയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു ഐ പിൻ ഒന്ന് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ ഐ പിന്ന് നമുക്ക് ഈ ഒരു ജിംകിയിലേക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അകത്ത് നിന്ന് നമുക്ക് പ്ലെയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വളച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ അതൊന്ന് ഫിക്സ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇപ്പോൾ ലൂസായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിനി ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ
ജിംകി, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.